നമ്മളിപ്പോ എവിടെയുള്ളേ? നമ്മളിപ്പോ തേക്കുകളുടെ സ്വന്തം നാടായ നിലമ്പൂരിലാണ്. നിലമ്പൂരിന് എന്താണ് ഒരു പ്രത്യേകത? നിലമ്പൂരിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ചൂടാണല്ലോ, അതുകൊണ്ട് രാഷ്ട്രീയപരമായി നിരവധി നാടകങ്ങൾ നടന്നൊരു സ്ഥലമാണ്. നാടകങ്ങൾ രസം തന്നെ പറയായിരിക്കും. അതായത് ഒരു കാലത്ത് നിലമ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഖാവ് കുഞ്ഞാലിയുടെ നിലമ്പൂരായിരുന്നു. പിന്നീട് അത് ആര്യാടൻ മുഹമ്മദിന്റെ തട്ടകമായിട്ട് മാറുന്നു. പിന്നീട് PV അൻവർ രംഗത്തേക്ക് വരുന്നു, രാജിയാകുന്നു, ഉപതെരഞ്ഞെടുപ്പാവുന്നു, ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിനെ ഏറ്റെടുക്കുന്നു. അപ്പോൾ ഇന്നത്തെ ജെൻസി മാനിഫെസ്റ്റോയിൽ ആരാണ് നമ്മുടെ ഗസ്റ്റ്? ആര്യാടൻ ഷൗക്കത്തിന്റെ വിശേഷങ്ങൾ തന്നെയാണ് ഇന്നത്തെ ജെൻസി മാനിഫെസ്റ്റോയിൽ കാണുന്നത്. സോ വെൽക്കം ടു ജെൻസി മാനിഫെസ്റ്റോ. നമസ്കാരം. അപ്പൊ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലുള്ള ആ ഒരു വിജയം, ആ വിജയത്തിന്റെ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണോ ഇത്തവണ ഈ മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത്? എന്താണ് ഒരു UDFന്റെ ഒരു പ്രതീക്ഷ എന്താണ് നിലമ്പൂരിൽ? തീർച്ചയായും കഴിഞ്ഞ 8 മാസം ഞാൻ ഈ മണ്ഡലത്തിൽ ചെയ്ത കാര്യങ്ങൾ വളരെ വ്യക്തമായി ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. കാരണം പ്രതിപക്ഷത്തിരിക്കുന്ന MLA ലഭിച്ച സമയം എന്ന് പറയുന്നത് 8 മാസം. കാരണം കഴിഞ്ഞ 10 കൊല്ലമായി ഇടതുപക്ഷം പൂർണ്ണമായും അവഗണിച്ചൊരു നിയോജകമണ്ഡലമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ അതിനെ ഓരോന്നോരോന്നായി പെറുക്കിയെടുത്ത് ഏകദേശം 200 ദിവസം കൊണ്ട് 200 ചില്ലുവാനം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഏറ്റവും വലിയ ആത്മവിശ്വാസം. പിന്നെ എൻ്റെ പിതാവിനെയും എന്നെയൊന്നും ഈ നാടിന് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാനിവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, മുനിസിപ്പൽ ചെയർമാനായിരുന്നു, ഒക്കെയായിരുന്നു. ആ അഡ്വാൻറ്റേജ് ഉണ്ട്. സാർ, നമുക്കറിയാം കഴിഞ്ഞൊരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായ ഒരു സാഹചര്യം നമുക്കറിയാം. PV അൻവർ വലിയ രീതിയിൽ LDF ഭരണത്തിനെതിരെ പറയുന്നു, സർക്കാരിനെതിരെ പറയുന്നു, പിന്നീട് ഉണ്ടാകുന്ന ഒരു രാജി. അതാണ് നമ്മളൊരു ഉപതെരഞ്ഞെടുപ്പ് കാണാനുണ്ടായ ഒരു സാഹചര്യം. അപ്പോൾ അന്ന് PV അൻവറിനെ സപ്പോർട്ട് ചെയ്തവർ സ്വാഭാവികമായിട്ടും സാറിന് വലിയ രീതിയിലുള്ളൊരു പിന്തുണ ലഭിച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു ഉപതെരഞ്ഞെടുപ്പിന് ആ ഒരു പിന്തുണ ഈ ഒരു തെരഞ്ഞെടുപ്പിനും പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവറിന് വോട്ട് ചെയ്ത ആളുകൾ പിണറായി വിജയനോടാണ് PV അൻവർ ഫൈറ്റ് ചെയ്യുന്നത്. പിണറായിസം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റിനോട്. അങ്ങനെയുള്ള അദ്ദേഹം രാജിവെച്ച് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റായിട്ടുണ്ട്. അതിൽ കുറച്ച് വോട്ടുകളാണ് PV അൻവറിന് ലഭിച്ചത്. ആ വോട്ടുകൾ ഇനി എവിടെയും പോകുന്ന പ്രശ്നമില്ല. അൻവർ UDFൻ്റെ ഭാഗമായി മാറി. അപ്പോൾ സ്വാഭാവികമായി ആ വോട്ടുകൾ അൻവറിന് കൂടെ പ്രവർത്തിച്ചവരും അൻവറിന് വോട്ട് ചെയ്തവരൊക്കെ സ്വാഭാവികമായി തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നൊരവസ്ഥയുണ്ട്. സാർ, ഇപ്പോൾ PV അൻവർ ഇത്തവണ മത്സരിക്കുന്നത് ബേപ്പൂരാണ്. അപ്പോൾ ബേപ്പൂരിൽ ശരിക്കും PV അൻവർ വിജയിക്കുമോ? അതുപോലെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ മരുമോനിസം എന്നുള്ള ഒരു ടേമാണ് കൂടുതലായിട്ടും അൻവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അങ്ങനെ ഒരു ടേമിൽ നിർത്തേണ്ട ഒരാളാണോ മുഹമ്മദ് റിയാസ്? അല്ല, ടേമിൻ്റെ പ്രശ്നവും പ്രയാസവും അല്ല. PV അൻവർ അവിടെ വിജയിക്കും. കാരണം വളരെ കൃത്യമായി ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെയുള്ള ശക്തമായ ഒരു പ്രതികരണം കേരളത്തിലാകെയുണ്ട്. അതിൻ്റെ ഭാഗമായി ബേപ്പൂരിലും നന്നായിട്ട് അത് പ്രതിഫലിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ താങ്കൾ വികസന പ്രവർത്തനങ്ങളെ പറ്റി പറഞ്ഞല്ലോ, 200 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തെന്ന് പറയുന്നുണ്ട്. അപ്പം താങ്കൾ തന്നെ പറയുന്നുണ്ട്, KSRTCനെ പറ്റി പറയുന്നുണ്ട്, സ്വന്തമായിട്ടൊരു ഗവൺമെൻറ് കോളേജ് എന്നുള്ളതൊരു വലിയൊരു ആഗ്രഹമാണെന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഇനി മുന്നോട്ട് വെക്കുന്നത്? അതായത് ഈ വളരെ ചുരുങ്ങിയ ഐസിലുണ്ടായ ഒരു MLA സ്ഥാനമായിരുന്നു, ശേഷം വീണ്ടും അതിങ്ങനെ ദീർഘിപ്പിച്ച് കിട്ടുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ആ ഒരു? ആദ്യം തന്നെ ഞാൻ ഏറ്റവും മുൻഗണന കൊടുത്തത് കഴിഞ്ഞ 10 വർഷമായി ഞങ്ങൾ UDF കൊണ്ടുവന്ന പദ്ധതികൾ. അതേസമയം കഴിഞ്ഞ 10 വർഷമായിട്ട് അത് ഇവർ പെൻഡിങ്ങിൽ വെച്ചു, ഒരു ഫ്രീസറിൽ വെച്ചൊരവസ്ഥയുണ്ട്. അതിലായിരുന്നു ഗവൺമെൻറ് കോളേജ്, അതുപോലെ തന്നെ നിലമ്പൂരിൻ്റെ ബൈപ്പാസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. അതൊക്കെ നമ്മൾ പുറത്തെടുത്തു. മുഴുവൻ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല, 8 മാസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനിയും അതിൽ KSRTCയുടെ ബസ് സ്റ്റാൻഡ് കിടക്കുന്നുണ്ട്. ആദിവാസികൾ 2019 പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട 200 ചില്ലാനം ആദിവാസി കുടുംബങ്ങൾ ഇപ്പോഴും പ്ലാസ്റ്റിക് കൂരയിൽ കഴിയുന്ന ഒരവസ്ഥയുണ്ട്. അതിൽ നിന്ന് അവരെ ഒരു റിഹാബിലിറ്റേഷൻ കൃത്യമായിട്ട് നൽകണം. അത് ശരിയാണ്. താങ്കളെ പറ്റി പഠിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു എംപത്തറ്റിക് ആയിട്ടുള്ള ഒരു നേതാവാണ് എന്ന് തോന്നും. കാരണം താങ്കളുടെ സിനിമകളാണെങ്കിലും ശരി, പിന്നീടുള്ള രാഷ്ട്രീയത്തിലേക്ക് മുന്നുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളാണെങ്കിലും അതിനുശേഷമുള്ളതൊക്കെ ആണെങ്കിലും ശരിക്കും ജനങ്ങളുടെ അടിത്തട്ടിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ ഈ ആദിവാസി സമൂഹങ്ങൾ നമ്മൾ എത്രയൊക്കെ കൂടെ ചേർത്ത് നിർത്താൻ നോക്കിക്കഴിഞ്ഞാലും അവരൊരു റീലൊക്കേഷൻ നമുക്ക് സാധ്യമാവില്ലല്ലോ. പക്ഷെ അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതൊരു ഘടകമായതുകൊണ്ട് തന്നെ വീടുകൾ ഇപ്പോൾ ഭയങ്കര കാട്ടാനയും അങ്ങനെ ആക്രമണങ്ങളൊക്കെ ഒരു സുരക്ഷിതത്വത്തിന്റെ ഒരു വലിയൊരു ഭീതിയുണ്ട്. ഭക്ഷണത്തിന് പോലും വലിയ ദൂരങ്ങൾ സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ കാണുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുവരെ അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു, ഇനി ബാക്കിയുള്ളത് എന്തൊക്കെയാണ്?
അല്ല, ഞാൻ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ മുനിസിപ്പൽ ചെയർമാനും പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. അന്ന് ആ സമയത്ത് ഞാൻ ഏറ്റവും ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഒരു വിഭാഗമാണ് ആദിവാസി വിഭാഗം, പ്രത്യേകിച്ച് ഒരു വണറബിൾ സിറ്റുവേഷനിൽ കഴിയുന്ന ഈ വിഭാഗത്തെ. അപ്പോൾ ഞാനന്ന് കണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്തോന്ന് വെച്ചാൽ, പിന്നെ ഇവർക്ക് പഠനത്തിൽ ഇവർ പിന്നോക്കം പോകുന്നു അല്ലെങ്കിൽ ഡ്രോപ്പ് ഔട്ട്സ് ആവുന്നു. അതിൻ്റെ പ്രധാന കാരണം എന്ത് എന്നുള്ളതാണ് നമ്മൾ അന്ന് കണ്ടുപിടിച്ചത്. അന്ന് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കൃത്യമായിട്ട് കഴിച്ചിട്ടല്ല വീട്ടിൽ നിന്ന് വരുന്നത്. ഇവർ ഹോംവർക്ക് കൊടുത്താൽ ചെയ്യാൻ ബേസിക് സ്കില്ല് അവർ ആർജിച്ചിട്ടില്ല, അവരെ ഹെൽപ്പ് ചെയ്യാൻ ആളില്ല, അവർ ഗൈഡ് ചെയ്യാൻ ആളില്ല. അപ്പോൾ ഞാനതിന് ചെയ്തത് എന്താ വെച്ചാൽ എല്ലാ ഊരുകളിലും എല്ലാ ദളിത് നഗറുകളിലും അവിടെയൊക്കെ ഒരു പഠന കേന്ദ്രം സ്ഥാപിച്ചു. എന്നിട്ട് അവിടെ ഒരു ഫെസിലിറ്റേറ്റർ വെച്ചു. ഈ ഫെസിലിറ്റേറ്റർക്ക് നമ്മൾ ഹോണറേറിയം കൊടുക്കും. ഇവർക്ക് രാവിലെ എന്നും മക്കൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഈ ഫെസിലിറ്റേറ്റർ 8 മണിക്ക് ഫെസിലിറ്റേറ്റർ അവിടെ ചെല്ലും. എന്നിട്ട് 9:30 വരെ 10 മണി വരെ ഇവർ സ്കൂളിൽ അയച്ച് ഇവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിച്ച് സ്കൂളിൽ അയച്ചിട്ടാണ് ഫെസിലിറ്റേറ്റർ പോരുക. വീണ്ടും 4:30 ആകുമ്പോൾ വീണ്ടും ഫെസിലിറ്റേറ്റർ ചെയ്യും. എന്നിട്ട് അവിടെ ഇന്ന് വൈകുന്നേരം രാത്രി ഒരു 8 മണി വരെ ഫെസിലിറ്റേറ്റർ അവരെ ഈ അടിസ്ഥാന യോഗ്യത മീൻസ് അടിസ്ഥാനമായ സ്കില്ല്, നന്നായി വായിക്കാൻ, നന്നായി എഴുതാൻ, നന്നായി മാത്സ് ചെയ്യാൻ, ഇതിനൊക്കെയുള്ള ബേസിക് സ്കില്ല് താഴെത്തട്ടിൽ നിന്ന് ലഭിക്കേണ്ടത് പലപ്പോഴും അവർക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ക്ലാസ് റൂമിൽ പാർശ്വവൽക്കരിക്കപ്പെടുക, മാർജിനലൈസ് ചെയ്യപ്പെടുക. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് മോചനം കിട്ടണം. ഇപ്പോൾ പലരും ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവരെ കൊണ്ടൊക്കെ സ്ക്രൈബ് എഴുതിക്കുക. ഒന്ന് ആലോചിച്ച് നോക്ക്, 10ാം ക്ലാസ് വരെ ഓൾ പ്രൊമോഷൻ അങ്ങനെ വരും, അത് കഴിഞ്ഞിട്ട് സ്ക്രൈബ് എഴുതിക്കുക. അപ്പോൾ ഈ പാവങ്ങൾ അതിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുക വാസ്തവത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 4ാം ക്ലാസ്സിൽ നിന്ന് ജയിച്ചു പോകുമ്പം എല്ലാവരും ജയിക്കണം, പക്ഷേ അവർ ആർജിക്കേണ്ട സ്കില്ല് അവർ ആർജിച്ചു എന്ന് ഉറപ്പ് വരുത്താൻ കഴിയണം. അങ്ങനെ അതിനൊക്കെ വേണ്ടിയുള്ള ഒപ്പത്തിനൊപ്പം എന്ന് പറയുന്ന ഒരു വലിയ പദ്ധതിയാണ് അന്ന് നമ്മൾ ആവിഷ്കരിച്ചത്. ഇപ്പം താങ്കൾ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മനസ്സിന് പിടിച്ചുലച്ച എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ, ഒരു കാഴ്ച? തീർച്ചയായിട്ടും. ഒന്ന് ഈ ആദിവാസി സമൂഹത്തിൻ്റെ തന്നെ ഞാൻ എൻ്റെ കണ്ണിൽ കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇവിടെ ഈ പഞ്ചായത്തിലെ ചാലിയാർ പുഴക്കക്കര 19 പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട് 200 ചില്ലാനം കുടുംബങ്ങൾ പുഴക്കക്കര താമസിക്കാം. ഈ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് അവർക്ക് കുടിവെള്ളമില്ല, ശൗചാലയമില്ല, ഒന്നുമില്ല. അവിടെ ചെന്നപ്പോൾ ഒരു പെൺകുട്ടി, അവൾ MSWന് പഠിക്കുക, MSW ഇരിക്കാൻ മേശയില്ല, കസേരയില്ല, ഈ ബാംബു കൊണ്ട് ഇങ്ങനെ അടിച്ചുണ്ടാക്കിയ മേശ, കസേര, എന്നിട്ട് നമ്മൾ സോളാറിൻ്റെ ലൈറ്റ് കൊടുത്താണ് ആ കുട്ടി പഠിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വലിയ ബുദ്ധിമുട്ട്. മാത്രമല്ല എന്നെ ഏറ്റവും ഉലച്ചൊരു കാര്യം, ഈ ഞാൻ അവിടെ നിന്ന് വരുന്ന വഴി നമ്മൾ അക്കരയ്ക്ക് കിടക്കാൻ വഴിയില്ല, പാലം 19 പ്രളയത്തിൽ പോയി, പിന്നെ പാലം ചെയ്തു കൊടുത്തില്ല. അപ്പം ഗർഭിണിയായിട്ട് പ്രസവവേദന അനുഭവിച്ചു വരിക ആ സ്ത്രീ അവിടെ വെച്ച് ആ പുഴക്കക്കര വെച്ച് പ്രസവിക്കുകയാണ്, ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത്. അങ്ങനെയുള്ള നിരവധി അനുഭവങ്ങൾ നമുക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് എൻ്റെ ഏറ്റവും വലിയ ഈ പറഞ്ഞ നിലമ്പൂരിൻ്റെ അടുത്ത 5 വർഷത്തെ പദ്ധതികൾ, ഇവരുടെ റിഹാബിലിറ്റേഷൻ, ഇവരുടെ എഡ്യൂക്കേഷൻ, അതിനൊക്കെ വലിയ പ്രാധാന്യം, ഇവരുടെ ഹെൽത്ത്, ഇവരുടെ ഹാബിറ്റാറ്റ്, ഇതിനൊരു വലിയ പ്രാധാന്യം കൊടുക്കുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമായിട്ട്. ഇപ്പോൾ സാറ് ഒരുപാട് പദ്ധതികളുടെ കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ ഇത്തരത്തിൽ സുരക്ഷിതത്തെ പറ്റി പറഞ്ഞു. നമ്മളിപ്പോൾ കുറച്ചധികമായി കേട്ടൊരു വേർഡാണ് കേരള മോഡൽ. അതിന് മുന്നേ നമ്മളൊക്കെ ഒരു കേട്ട വേർഡുണ്ട് നിലമ്പൂർ മോഡൽ. കേരളം ഒട്ടാകെ ചർച്ച ചെയ്താണ് സാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുന്ന സമയം മുതൽ നഗരസഭാ ചെയർമാൻ ആയിരിക്കുന്ന കാലം മുതൽ നമ്മൾ കണ്ടതാണ് നിലമ്പൂർ മോഡൽ എന്നത്. അതെല്ലാവരും ഒരുപോലെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. കാരണം വിശപ്പ് രഹിത ഗ്രാമം, സ്ത്രീധനരഹിത ഗ്രാമം, അങ്ങനെ ഒരുപാട് വ്യത്യസ്ത രീതിയിലുള്ള പദ്ധതികൾ. അപ്പോൾ അത് എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായിട്ടുണ്ടോ, പൂർണ്ണമാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ വിശപ്പ് രഹിത ഗ്രാമം എന്ന് പറയുന്ന പദ്ധതി ഞാനുള്ള കാലത്ത് അത് കൃത്യമായിട്ട് നടന്നു. പിന്നെ സ്വാഭാവികമായിട്ടും പിന്നെയുള്ളവർ അത് ഫോളോ അപ്പ് ചെയ്യേണ്ട ഒരു നിർബന്ധിത അവസ്ഥ അവർക്കുണ്ടാകും. ആര് ഭരണത്തിൽ വന്നാലും സ്വാഭാവികമായതൊരു 10 വർഷം അത് ഫോളോ അപ്പ് ചെയ്തിരുന്നു. പിന്നെ അതേപോലെ തന്നെ സ്ത്രീധനരഹിത ഗ്രാമം ഞാനത് പ്രത്യേകിച്ച്, കാരണം ഈ നാട്ടിലെ സാധാരണക്കാർ പെൺകുട്ടികളെ കല്യാണം ചെയ്യാൻ ഏറ്റവും വലിയ കടബാധ്യതരായിത്തീരുന്നത്. ഒന്നല്ലെങ്കിൽ വീട് വിൽക്കണം, അല്ലെങ്കിൽ പണയം വെക്കണം, അതല്ലെങ്കിൽ പിന്നെ എവിടുന്നെങ്കിലുമൊക്കെ കടം വാങ്ങി വട്ടിക്ക് വാങ്ങി കല്യാണം ചെയ്യുന്നൊരവസ്ഥ വിശേഷം. മാത്രമല്ല മൈസൂരിലേക്ക് കല്യാണം ചെയ്തുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള വലിയൊരവസ്ഥ. അതിനെതിരെ ഒരു ശക്തമായൊരു ക്യാമ്പയിൻ. ആ ക്യാമ്പയിൻ മാത്രമല്ല, അതിന് നമ്മൾ സ്ത്രീധനരഹിത പോർട്ടലുണ്ടാക്കി, സ്ത്രീധനരഹിത വിവാഹങ്ങൾ നടത്തി. അങ്ങനെ അത് വലിയ സ്ത്രീധനമെന്ന് പറയുന്നത് ചോദിക്കുന്നത് തന്നെ ഒരു ഏറ്റവും
എന്താ പറയുക, ഒരു താഴ്ന്ന പരിപാടിയാണ് എന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചു. സാറിൻ്റെ സിനിമകളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ പാടമൊന്നൊരു വിലാപമാണെങ്കിലും വിലാപങ്ങൾക്കപ്പുറമൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ മലബാറിലെ അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ആ സിനിമയൊക്കെ പുറത്തിറങ്ങിയിട്ട് ഒരുപാട് വർഷമായി. ഈ കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ മുസ്ലിം സ്ത്രീകൾ എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട്? വളരെയേറെ മുന്നോട്ട് പോയി. ഞാൻ 2002, 2003 കാലഘട്ടത്തിലാണ് പാടമൊന്നൊരു വിലാപം എടുക്കുന്നത്. ഞാൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതുമ്പോൾ എൻ്റെ അതേ പരീക്ഷാ ഹാളിൽ 9ാം ക്ലാസ്സിൽ വെച്ച് കല്യാണം ചെയ്ത് 10ൽ ഗർഭിണിയായി പരീക്ഷ എഴുതുന്ന കുട്ടികൾ കുറേ ഉണ്ട്. അതായിരുന്നു എൻ്റെ നാട്ടിലെ അവസ്ഥ. അത് പിന്നെ നിങ്ങളെ സിനിമ കണ്ടോയെന്നല്ല എനിക്കറിയില്ല. കാരണം സ്കൂളിൻ്റെ വരാന്തയിൽ വന്ന് ബ്രോക്കർ വന്ന് കുട്ടികളെ കാണിച്ചു കൊടുക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു അന്നത്തെ ഉണ്ടായത്. അപ്പോൾ അതിനെതിരെയുള്ള എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ, ഞാൻ ചുറ്റുപാടും നോക്കുമ്പോൾ കുറേ നിലവിളികൾ, കുറേ ഡൈവോഴ്സീസ്, വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്മമാരായി കൈക്കുഞ്ഞുങ്ങളുമായി വീട്ടിലേക്ക് മടങ്ങി വരുന്ന ആളുകൾ, ഇതൊക്കെയായിരുന്നു ഏറ്റവും വലിയ പ്രയാസവും പ്രശ്നങ്ങളും. അതുകൊണ്ടാണ് ആ സിനിമ എടുത്തത്. പക്ഷേ ഇന്നതിൽ നിന്ന് വളരെയേറെ മാറി. 20 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ അവസാനത്തെ സിനിമ വർത്തമാനമാണ്. വർത്തമാനം സിനിമയിൽ ഇതേ ഷാഹിനെ പോലൊരു പെൺകുട്ടി, അവൾ ഇവിടുന്ന് PG കഴിഞ്ഞ് റിസർച്ച് ചെയ്യാൻ വേണ്ടി എവിടെ പോവുകയാണ്? ഡൽഹിയിൽ JNUവിൽ പോവുകയാണ്. JNUവിൽ റിസർച്ച് ചെയ്യാൻ പോകുന്ന ആ പെൺകുട്ടി ഇന്നത്തെ ഈ കറണ്ട് സിറ്റുവേഷനിൽ സോഫർണൈസേഷൻ്റെ പേരിൽ അവൾ പിന്നെ പീഡിപ്പിക്കപ്പെടുകയാണ്. മനസ്സിലായോ? അവിടെ വർഗീയമായി ചിന്തിക്കുന്ന കുറേ ആളുകൾ ഈ വർത്തമാനകാലത്ത് ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ അവസ്ഥയിൽ ആ പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുക. അപ്പോൾ ഇന്ന് മലബാർ മാറി, മലപ്പുറം മാറി. അതിൻ്റെ കൃത്യമായ ഒരവസ്ഥ ഞാൻ എൻ്റെ ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ സാർ, ആ സിനിമയുടെ ഭാഗമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിക്കാം. അന്ന് 2003 ആ സിനിമ എടുക്കുമ്പോൾ നമുക്കറിയാം, ആ സിനിമയിൽ ഒരു മുസ്ലിം സമുദായത്തിൽ നടന്ന അത്രയും വലിയൊരു കാര്യങ്ങൾ ജനങ്ങളിലേക്ക് അത്രത്തോളം തീവ്രതയിൽ എത്തിക്കാൻ സാധിച്ചു. അതുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ സാമുദായിക നേതാക്കളിലാണെങ്കിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും വലിയൊരു കലാപത്തിന് തന്നെ ഒരു തുടക്കമിട്ട ഒരു കാര്യമായിരിക്കില്ലേ? അതൊന്നുമില്ല, അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതല്ലേ. അതൊക്കെ മാറിയില്ലേ? എന്തായാലും വലിയൊരു മാറ്റമാണ് മലപ്പുറത്തുള്ളത്, വലിയ മാറ്റം. കാരണം ഇപ്പം നമ്മൾ ഡൽഹിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ കുട്ടികൾ നമ്മൾ അടുത്ത് വന്നിട്ട് പറയാം, ഞാനിങ്ങനെ നിലമ്പൂരാണ്, എടക്കരയിലാണ്, അല്ലെങ്കിൽ വഴിക്കടവാണ്, നീ ഇപ്പം എന്ത് ചെയ്യുന്നു? ഞാനിതാ JNUവിൽ നിന്ന് റിസർച്ച് കഴിഞ്ഞു, ഞാനിപ്പോൾ DUവിൽ അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പോസ്റ്റ് ഡോക്ടറേറ്റ് ഡിപ്ലോമ ചെയ്യാം, അല്ലെങ്കിൽ ജാമിയ മില്ലിയിൽ പോസ്റ്റ് ഡോക്ടറേറ്റ് ഡിപ്ലോമ ചെയ്യാം. പെൺകുട്ടികൾ ഭയങ്കര ഉഷാറാണ് ഇപ്പോൾ. ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു സൈഡിൽ അത്രയും മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഇപ്പോൾ കേരള നിയമസഭയിലേക്ക് സ്ത്രീകൾ മത്സരിക്കുന്ന സാഹചര്യം വരാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിൽ നിന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ട് 2 സ്ത്രീകൾ വന്നിരിക്കുകയാണ്. ഈ സമയത്ത് ഉമർ ഫൈസി മുക്കം പറയുന്നുണ്ട്, ഈ ജനറൽ ഞാൻ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, അതിനെക്കുറിച്ചൊന്നും ഞാൻ കമന്റ് ചെയ്യുന്നില്ല. ഇല്ല, അതിനെക്കുറിച്ച് ഞാൻ കമന്റ് ചെയ്യില്ല. വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഒരു കാര്യം ചോദിക്കാം സാർ, ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മുതൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, എവിടെ നോക്കിയാലും ഡീലാണ്, എവിടെ പോയാലും ഡീലാണ്. അത് നേമത്തെത്തിയാലും ഡീലാണ്, പാലക്കാട് എത്തിയാലും ഡീലാണ്, എല്ലാവരുടെയും ഡീലാണ്. അപ്പോൾ ഇപ്പോൾ പറയുന്നത് SDPI LDFന് പൂർണ്ണ പിന്തുണ നൽകുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ പറയുന്നു UDFന് അത്തരത്തിൽ SDPIയുടെ ഒരു തരത്തിലുള്ള പിന്തുണയും വേണ്ട, അദ്ദേഹം തന്നെ പറയുന്നു. അപ്പോഴും നമ്മൾ പിന്നോട്ട് ആലോചിക്കുമ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് വിജയം ആദ്യം ആഘോഷിച്ചത് SDPIക്കാരാണ്. പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്ന ദൃശ്യങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെട്ടതാണ്. അപ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലൊരു UDFന് പിന്തുണ വേണ്ട എന്ന് പറയുമ്പോൾ അത് കുറച്ച് പിന്നോട്ട് വരുമ്പോൾ ഒരു തിരിച്ചടിയാകുമോ? അല്ല, അതല്ല, അതൊക്കെ എൻ്റെ പാർട്ടിയുടെ തീരുമാനങ്ങളും നേതാക്കന്മാരും ഒക്കെ പറയേണ്ട കാര്യം. അതൊക്കെ വലിയ വലിയ ആളുകൾ പറയണം. എന്നോട് ചോദിക്കാൻ അല്ലെങ്കിൽ നാട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. കോൺഗ്രസിന് നിലമ്പൂരിന് ഇന്ന് പിടിച്ചു നിർത്തുന്ന ഒരു നേതാവാണ് അതൊക്കെ അല്ല, അതൊക്കെ നിങ്ങൾ നേതാക്കന്മാരോട് ചോദിക്കുക, എന്നോടില്ല വർത്തമാനമൊക്കെ വേറെ എന്തെങ്കിലും. മലപ്പുറമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം ചോദിക്കാം. മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന് ഇപ്പോൾ AP അബൂബക്കർ വിഭാഗമൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. മലപ്പുറത്തെ വിഭവങ്ങളൊക്കെ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണെന്നൊക്കെ പറയുന്നു. എന്താണ് സാറിൻ്റെ അഭിപ്രായം? അല്ല, അതൊക്കെ എൻ്റെ പാർട്ടി അഭിപ്രായം പറയേണ്ടതാണ്. ഞാൻ വ്യക്തിപരമായ അഭിപ്രായം പറയേണ്ടത്, അതൊക്കെ എൻ്റെ പാർട്ടിയെ പറയേണ്ട. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിനൊരു അത്രത്തോളം മതസൗഹാർദ്ദത്തോടെ നടന്നു പോകുന്ന ഒരു സംസ്ഥാനം, നമ്മൾ അത്രത്തോളം അഭിമാനത്തോടെ കേരളത്തിൻ്റെ പല പശ്ചാത്തലവും പല സാഹചര്യവും കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം KM ഷാജിയുടെ ഒരു വിവാദമായ പ്രസംഗത്തിലൊരു ചെറിയ ഭാഗം മതമാണ് പ്രശ്നം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ സമുദായങ്ങളും. ഞാൻ ചോദിക്കട്ടെ, വിവാദം ഉണ്ടാക്കുന്നവർക്ക് ഞാനിപ്പോൾ ഈ സംസാരിച്ച കാര്യമുണ്ടല്ലോ, ഇതിനും വേണമെങ്കിൽ എന്തെങ്കിലും കഷ്ണമെടുത്ത് വിവാദം ഉണ്ടാക്കാം. അതിനായിട്ട് മനുഷ്യന്മാർ നടന്നാൽ ഇപ്പം എന്താ ചെയ്യുക? അത് നിങ്ങൾക്ക് വേറെ കാര്യമായിട്ട് പരിപാടി നല്ല കാര്യമൊക്കെ ചെയ്യുന്നത്. എല്ലാവരും മറ്റെല്ലാ സമുദായങ്ങളും അത്തരത്തിലൊരു പ്രസ്താവന ഇറക്കി കഴിഞ്ഞാൽ കേരളം എങ്ങനെയാണ് പിന്നെ മുന്നോട്ട് പോവുക? അല്ല, ഞാൻ പറഞ്ഞല്ലോ ഗൾദികളോട്, ഇത് വിവാദം ഉണ്ടാക്കാൻ വേണ്ടി
നിങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ എങ്ങനെ ഓരോന്ന് അടർത്തിയെടുത്ത് വിവാദം ഉണ്ടാക്കി. ശരി, ഞാൻ സാർ അതിലൊന്നും കാര്യമില്ല എന്ന് ചാണ്ടിയുമ്മൻ്റെ അടുത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ പ്രഗത്ഭരായ ഒരു നേതാവ്, അതായത് എന്റെ പിന്മുറക്കാരായി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫേസ്ബുക്ക് ഒക്കെ കണ്ടുവരികയാണ് എല്ലാ കാര്യമുണ്ട്. സാറിനെ പറ്റി പഠിക്കണല്ലോ. അപ്പൊ സാർ തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അത്, ഒരു കമ്പാരിസൺ. അതായത് ഇപ്പോ ആര്യാടൻ മുഹമ്മദ് പിന്നെ ആര്യാടൻ ഷൗക്കത്ത്, അപ്പൊ താങ്കൾ അതേ പാതയിൽ തന്നെ എത്തുമ്പോൾ ഒരു കമ്പാരിസൺ ഉണ്ടാവുമല്ലോ. മാത്രമല്ല ഇപ്പൊ താങ്കളുടെ ഈ ഒരു നിലപാടും അദ്ദേഹത്തിന്റെ നിലപാടും തമ്മിൽ വലിയൊരു വ്യത്യാസം. കമ്പാരിസൺ ഉണ്ടാവും. കമ്പാരിസൺ എന്താന്ന് വെച്ചാൽ സ്വാഭാവികമാണ്. നമ്മളിപ്പോൾ എന്ത് ചെയ്താലും നമ്മളോട് ഇങ്ങനെ പിന്നെ ആര്യാടൻ സാറ് അങ്ങനെ പറയും. പക്ഷേ അവർ കാരണം ഫാദർ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് നമ്മളോട് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കതുകൊണ്ടൊരു പിന്നെ ക്ഷീണം വരുന്നില്ല, നമുക്കതിൽ അഭിമാനം വരുന്ന ഉള്ളിൽ. കാരണം എൻ്റെ ഫാദർ അത്രയും. സർ, ഫാദറിനെ കുറിച്ച് പറയുമ്പോഴേ സാറിന് ഏറ്റവും നല്ലൊരു മെമ്മറി എന്താണ്? ഏറ്റവും പോസിറ്റീവായിട്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതിനേക്കാൾ ഉപരി സാറിന് മാത്രം അറിയുന്ന ചില കാര്യങ്ങളുണ്ടായിരിക്കുമല്ലോ, അതെന്താണ്? അങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറേ മെമ്മറീസ് ഉണ്ട്. കുറേ പിന്നെ അദ്ദേഹം ഭയങ്കര തിരക്കുള്ള മനുഷ്യനായിരുന്നു. പിന്നെ അദ്ദേഹം തികഞ്ഞ മതേതരവാദിയായിരുന്നു. എന്നെ ഒരു തികഞ്ഞ മതേതരവാദിയായി വളർത്തണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അത്തരം വായിക്കാനൊക്കെ എന്നെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചിരുന്നു. പിന്നെ സാധാരണക്കാരനോടുള്ള സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്. പിന്നെ ഞാൻ പൊളിറ്റിക്സിൽ വരുന്നൊന്നും അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. പിന്നെ ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായി ഇങ്ങനെ പദ്ധതികളൊക്കെ കൊണ്ടുവന്നപ്പോഴാണ് പുള്ളി വാസ്തവത്തിൽ എന്നെ സ്വീകരിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം. അതുവരെ പുള്ളിക്ക് ആ പൊളിറ്റിക്സിൽ വരരുത് എന്നായിരുന്നു പുള്ളിയുടെ താല്പര്യം. അവനിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് നാട്ടുകാരൊക്കെ കൂടി പറഞ്ഞപ്പം പുള്ളിക്ക് എന്നാൽ ശരി. ഇപ്പോൾ നമുക്കറിയാം ആര്യാടൻ മുഹമ്മദ് സാറ് പലപ്പോഴും ലീഗിനെ വലിയ രീതിയിൽ ലീഗിന്റെ പ്രസ്താവനകൾക്ക് വിമർശിച്ച ഒരു കാര്യമുണ്ടല്ലോ. നമ്മൾ പലപ്പോഴും അങ്ങനെ കണ്ടിട്ടുണ്ട്, ലീഗിന്റെ ചില പ്രസ്താവനകൾക്ക് വിമർശിക്കുന്നു. അപ്പോൾ അത് എന്നെങ്കിലും സാർ എടുത്തൊരു തീരുമാനം, അച്ഛനെടുത്ത ചില തീരുമാനങ്ങൾ സാറിന് എപ്പോഴും അതൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഓരോ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെയാണ് കാലഘട്ടത്തിൽ. അതൊന്നും ഇപ്പോൾ എല്ലാ കാലത്തും ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. ഓരോ കാലത്ത് ഓരോ ഇഷ്യൂ വരുമ്പോൾ ഓരോ പ്രതികരണങ്ങൾ ഉണ്ടാവും, അതിന് തിരിച്ചു പ്രതികരണങ്ങളുണ്ടാവും. പിന്നെ വ്യത്യസ്ത പാർട്ടികളാകുമ്പോൾ വ്യത്യസ്ത നിലപാടുകളുണ്ടാവും. അതുമാത്രമാണ്, അല്ലാതെ സ്ഥായിയായിട്ട് തന്നോ അങ്ങനെയല്ലല്ലോ. പിന്നെ എന്തായാലും ഒരു കോമൺ കോസ് നിലവിലുണ്ടല്ലോ. ആ കോമൺ കോസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഈ പറഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരും ദേശീയ തലത്തിൽ BJPക്കുമെതിരായ നിലപാടെടുക്കുന്ന എല്ലാവരും ഒരുമിച്ച് നിൽക്കുക എന്നതാണ് ആ കോമൺ കോസ്. അതിനിടയിൽ വ്യത്യസ്ത പാർട്ടികളാവുമ്പം ഓരോ സാഹചര്യങ്ങളിൽ ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാവും, അതത്രയേ ഉള്ളൂ. സാർ, കഴിഞ്ഞ ദിവസം സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഒരു പരാതി വരുന്നു. ഇപ്പോൾ സാറും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ ഇപ്പോഴും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനൊക്കെ ശേഷവും ഇപ്പോഴും സ്ത്രീകൾ ഞാൻ വാസ്തവത്തിൽ ഇന്നലെ ന്യൂസ് മുഴുവൻ എനിക്ക് കാണാനും വായിക്കാനും സമയം കിട്ടിയിട്ടില്ല. അതാണ് വാസ്തവം. കാരണം ഈ ഓട്ടത്തിനിടയ്ക്ക് രാത്രി വളരെ വൈകിപ്പോയി കിടക്കുന്നു. രാവിലെ 6 മണിക്ക് എന്നോടിങ്ങനെ അയച്ചു തന്ന ഒരു വാർത്ത മാത്രമേ കാണാൻ സാധിച്ചിട്ടുള്ളൂ. അതിനെക്കുറിച്ച് ഇപ്പം ഞാൻ പ്രതികരിക്കുന്നില്ല. എപ്പോഴും ഇങ്ങനെ ഒരു സൗമ്യ സ്വഭാവം, അതായത് എതിരാളികളെ പോലും ഒന്നും പറയാത്തിരുന്ന അതെ എതിരാളികളെ പോലും ഇപ്പൊ ഓപ്പോസിറ്റുള്ള ലീഡേഴ്സിനെ പോലും ഒന്നും പറയാതെ ആ ഒരു പരസ്പര ബഹുമാനത്തോട് കൂടി പോകുന്നൊരു സാഹചര്യമാണ് ഇത് എപ്പോഴും. അതെങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കാലത്തും അല്ലെങ്കിലും എന്നോട് പിതാവും പറയുന്നുണ്ട്. കാരണം നമ്മളൊരു നിലപാടുകളുടെ വച്ചാണല്ലോ മത്സരിക്കുന്നത്. ഇപ്പം അപ്പുറത്ത് ഞാൻ സ്വരാജ് മത്സരിച്ചപ്പോഴും ഞാൻ നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ, എന്നെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞില്ലേനു. സ്വരാജല്ല, പക്ഷെ ഞാനൊരു മറുപടിയും പറഞ്ഞില്ല. കാരണം ഞങ്ങൾ വ്യക്തിപരമായ ആരോഗ്യം കൊണ്ട് മത്സരിക്കുന്നതല്ലല്ലോ ഇവിടെ, ആണോ? അങ്ങനെയല്ലല്ലോ. 2 നിലപാടുകൾ വന്നു, സ്ഥാനാർത്ഥികളായി. അതിനിപ്പോൾ ഞങ്ങൾ തമ്മിൽ വെറുതെ ഫൈറ്റ് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിലപാടുകളായിട്ട് നിലനിൽക്കാം. ഇത്തവണത്തെ എതിരാളി ഷറഫ് അലിയാണ്, ഒരു സ്പോർട്സ് പേഴ്സൺ ആണ്. കുറെ സ്പോർട്സ് ആൾക്കാരൊക്കെ പ്രചാരണത്തിന് വരും എന്നൊക്കെ കേൾക്കുന്നു. എങ്ങനെയാണ് ആസ് എ കോമ്പറ്റീറ്റർ കാണുന്നത്? അല്ല, നമ്മളെപ്പോഴും അപ്പുറത്ത് മത്സരിക്കുന്ന ഒരാളെ ചെറുതായി കാണാൻ പാടില്ല. അത് ഒരു മത്സരരംഗത്തും, അത് ഇവിടെയെന്നില്ല, എപ്പോഴും ഒരു യുദ്ധരംഗത്താണെങ്കിൽ പോലും നമുക്കൊരിക്കലും അപ്പുറത്തുള്ള ആളുകളെ ശക്തനായി തന്നെ കണ്ടുകൊണ്ട് വേണം നമുക്കൊരു യുദ്ധത്തിനെ നേരിടാൻ. അപ്പോൾ നമ്മൾ ആരെയും ചെറുതാക്കി കാണാനോ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനോ നമ്മൾ പോകരുത്. ഞാൻ ആ ഒരു നിലപാടാണുള്ളത്. പിന്നെ ഇവിടെ പന്ത് കളിയല്ലല്ലോ നടക്കുന്നത്. ഇനിയിപ്പോൾ പന്ത് കളിയാണെങ്കിൽ തന്നെ നല്ല ചെറുപ്പക്കാരായ പന്ത് കളിക്കാരില്ലേ, വെറ്ററൻസ് അല്ലല്ലോ ഫുട്ബോൾ, ഇത്രയേ ഉള്ളൂ.
നമ്മൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും സാറ് കുറച്ചുകൂടി ഞാൻ ഇത് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അത് വിവാദം- ആലോചിക്കുന്നൊന്നുമില്ലല്ലോ, ഞാൻ പെട്ടെന്ന് പറഞ്ഞില്ലേ മറുപടി. ഇല്ല ആ മറുപടി നിങ്ങളെന്താ ചോദിക്കാൻ പോകുന്നത് എനിക്കറിയായിരുന്നോ? എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ? ഇപ്പോ ഡീൽ ആരോപണത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ ഞങ്ങൾ സാറിന്റെ ഭാഗത്ത് നിന്ന് ആര്യാടൻ ഷൗക്കത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം പ്രതീക്ഷിച്ചായിരുന്നു, അത് ഞങ്ങൾക്ക് ലഭിച്ചില്ല. അതിന്റെ വലിയൊരു നിരാശ. മലപ്പുറം ജില്ലയുടെ കാര്യത്തിൽ ഞാൻ ആ പ്രതികരണം പ്രതീക്ഷിച്ചു. അതായത് എന്താറിയോ, നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് പ്രതികരിക്കേണ്ട ആളുകളുണ്ട്. അവരെ ഇപ്പം നിലമ്പൂരിലെ കാര്യം ചോദിച്ചാൽ വി ഡി സതീശന് പ്രതികരിക്കാൻ പറ്റുമോ? ഇല്ല. ആദിവാസികളെ കാര്യം ചോദിച്ചാൽ ഞാൻ തന്നെ പ്രതികരിക്കണ്ടേ? നിലമ്പൂരിൻ്റെ വികസന അജണ്ട ചോദിച്ചാൽ ഞാനല്ലേ പ്രതികരിക്കണ്ടേ? അവിടെയല്ലേ നമുക്ക് പ്രതികരിക്കണ്ടേ? അത് ഞാൻ ഒഴിഞ്ഞു മാറിയില്ലല്ലോ. അല്ലാത്ത കാര്യങ്ങളിലൊക്കെ എൻ്റെ ലീഡേഴ്സൊക്കെ ഉണ്ട്, അവർ പ്രതികരിക്കും. പക്ഷെ സാറ് അങ്ങനെ നിലമ്പൂരിൽ മാത്രം ഒതുങ്ങി ജീവിക്കുക എന്നതാണ് സാർ അതല്ല, ആഗ്രഹിക്കുന്നത്. അല്ല, പ്രധാനമായിട്ടും അതല്ലേ പൊളിറ്റിക്കൽ. പിന്നെ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങൾ പഠിച്ച് ഒക്കെ വേണമല്ലോ പ്രതികരിക്കാം. സമയമുണ്ടല്ലോ, നമുക്ക് പ്രതികരിക്കാം. അപ്പൊ ഭൂരിപക്ഷം എത്ര ഉണ്ടാകും എന്നാണ് ഒരു പ്രതീക്ഷ? അത് സാറ് പറയാവുന്ന മറുപടിയാണ്. ഭൂരിപക്ഷം ഒരു സംശയം വേണ്ട. ഭൂരിപക്ഷം നിലമ്പൂരിൽ നിന്ന് UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ച ഏറ്റവും വലിയ ചരിത്ര ഭൂരിപക്ഷം ഇതുവരെ കിട്ടിയതിനേക്കാളും മുകളിൽ കിട്ടും. അപ്പൊ എല്ലാവിധ ആശംസകളും നിലമ്പൂരിന്റെ ഭാഗത്ത് വീണ്ടും നിയമസഭയിൽ എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. നിങ്ങളൊക്കെ എവിടെയാ? ഞാൻ മലപ്പുറം. മലപ്പുറം എവിടെ? തുവൂരോ? നീയോ? ഞാൻ തൃശ്ശൂർ. തൃശ്ശൂർ. ഞാൻ കൂത്തുപറമ്പ്, കണ്ണൂര്. നിങ്ങളൊക്കെ എവിടെ നിന്നാണ്? ഇറങ്ങി എവിടുന്നാണ് ഈ ഇറങ്ങി പുറപ്പെട്ടതില്ലാതെ അവളെ ചോദ്യം. എന്നാ ശരി, ഓക്കെ ശരി, ഓക്കെ, കാണാം ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.